അതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ കേസ് വിട്ടിട്ട് ഒരുപാട് കാലങ്ങളായി. എന്തോ കേസുവിന് അഭിപ്രായം പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. അത് IB ഈഡനല്ല, ഒരു യുവ MP ആണ് റെക്കമെൻഡ് ചെയ്തത്. ഷാഫി പറമ്പിലോ അല്ല, ഞാൻ തീർത്തു പറയാം. യുവ MP മാരിൽ ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ എറണാകുളം MP അല്ല, മറ്റൊരു യുവ MP ശുപാർശ ചെയ്തതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷേ KSUക്കാർക്ക് അഭിപ്രായം പറയുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു തർക്കമില്ല. താങ്ക് യു. ഞാൻ അല്ലല്ല, ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേട്ടോ. ഗവൺമെൻറ് കേസ് നടത്താൻ യോഗ്യരായ ആളുകളെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശുപാർശ അനുസരിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ഗവൺമെൻറ് ആ നിലയ്ക്ക് തന്നെയാണോ മുൻപൊക്കെ ചെയ്തിട്ടുള്ളത്? എല്ലാവരും നിർദ്ദേശങ്ങൾ കൊടുക്കും, ശുപാർശ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം അഡ്വക്കേറ്റ് ജനറൽ വെച്ചു, അത് രാഷ്ട്രീയം നോക്കിയല്ലേ അഡ്വക്കേറ്റ് ജനറൽ വെച്ചത്? കഴിഞ്ഞ പ്രാവശ്യം കുറുപ്പ് സാറിനെ വെച്ചത് എല്ലാ ഗവൺമെൻറ്റും നോക്കും. പക്ഷേ അത് മാത്രമല്ല പരിഗണന എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, യോഗ്യതയാണ് പരിഗണന, അഡ്വക്കേറ്റ് ജനറൽ ശുപാർശയാണ് പരിഗണന. അതനുസരിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി ചെയ്തത്. അത് അവരോട് ചോദിക്കണം. അത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. ഒറ്റ ക്ലാരിറ്റി കൂടി, ഇപ്പൊ യുവ MP യുടെ കാര്യം പറയുന്നത് ഈ വിവാദമായ പ്ലേയുടെ കാര്യത്തിലാണോ? ഒരാളുടെ കാര്യത്തിൽ വിവാദമായിട്ടുള്ള